ഞാനൊക്കെ ഓതാൻ പോണ സമയത്ത് സുബ്ഹാനല്ലാഹ് ഒരു പെരയിൽ ഒരു ഉമ്മാൻ്റെ ഉമ്മ പറഞ്ഞു, രാവിലത്തെ ചായക്ക് ഒരു മുരണ്ട് പറഞ്ഞാച്ചോളിയാ. അങ്ങനെ രാവിലത്തെ ചായക്ക് പോയി. ചായക്ക് എന്ന് നോക്കുമ്പോൾ അവിടെ 2 കുട്ടികളുണ്ട്, ഇഞ്ച പ്രായക്കാർ. മനസ്സിലായോ? ഓര് രണ്ടാളും ഞാൻ ചായ കുടിച്ച് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു പമ്പരം കളിച്ചാണ്. അന്നത്തെ പമ്പരം ഓർമ്മ ഉണ്ടല്ലോ. അപ്പം ഞാനും അതിൽ കൂടി. ഞാൻ നാട്ടിൽ നിന്ന് പമ്പരത്തിൻ്റെ മരമായിട്ട് പോയതാണ്. ഞാനും അതിൽ കൂടി. ഒരു 9-9:30 ആയപ്പോൾ ഈ പെരക്കാരത്തി വല്യമ്മോ നിങ്ങളോട് ചോദിച്ചു, കുട്ടി നിങ്ങൾ ഓതാൻ വന്നതല്ലേ, നിങ്ങളിവിടെ കളിച്ചാൻ വന്നതാ? അപ്പോഴാണ് ഞാനും ആലോചിച്ചത്, ഓതാൻ വന്നതാണല്ലോ. അപ്പം പിന്നെ എന്താക്കി അമ്മ പറഞ്ഞു, എന്നാൽ ഞാൻ കുറച്ച് കഞ്ഞി അയക്കണം, 10 മണിക്ക് കഞ്ഞി, അത് കുടിച്ചിട്ട് പോകാം. അപ്പം ചായക്ക് പോയി നമ്മളെ കഞ്ഞി കുടിച്ചിങ്ങാണ്ട് പോരുമ്പോൾ ഈ 2 കുട്ടികളുണ്ടല്ലോ ആ വീട്ടിൽ, അബൂ മുഹമ്മദ് അലി, 2 എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട്. ഓല് 2 പറഞ്ഞു, മോരേൻ്റെ അപ്പം ഞങ്ങളും പോവുകയാണ് പള്ളിക്കൊക്കെ. ഓർക്ക് ഈ പമ്പരം കളിച്ച ഹരത്തിൽ പോരുകയാണ്. അങ്ങനെ അവിടെ പോയി പള്ളിയൊക്കെ പോയി മീസാനൊക്കെ തുടങ്ങി. ഇവര് ദുഹറാകുവോളം ഇനിയും കാത്തു നിന്ന് ദുഹർ നിസ്കരിച്ചിങ്ങാണ്ട് ഈ കുട്ടികൾ 2 പോയിങ്ങാണ്ട് പറഞ്ഞു, ആ മോരേട്ടനെ കഞ്ഞിക്ക് ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. ചോറന്ന് പറയലില്ല, കഞ്ഞിയാണ് അല്ലേ, കഞ്ഞി കുടിച്ചിട്ട് പോകാമെന്നൊക്കെ പറയാം. കഞ്ഞി, ചോറ്, ഭക്ഷണം, ആഹാരം അതൊക്കെ അന്ന് പറയൽ. പിന്നെങ്ങനെ ഇപ്പം അതൊന്നും പറയലില്ല. ഇപ്പം കുട്ടികൾ എന്താ വെച്ചാൽ ഫുഡ് കഴിച്ചോ ഒക്കെ മാറി. അപ്പോൾ മാറുന്നതിനനുസരിച്ച് നമ്മൾ നിൽക്കാൻ ഞാൻ പറ്റൂല, ഇരിക്കട്ടെ. അപ്പോൾ ഉച്ചക്കത്തെ ചോറിനും അതിൻ്റെ ഒപ്പം കഞ്ഞിക്ക് പോയി ആ കുട്ടികളൊപ്പം. അപ്പോൾ ആ ഉച്ചക്കത്തെ കഞ്ഞി കുടിച്ച് പോയപ്പോൾ ആ വല്യം പറഞ്ഞു, രാത്രി എവിടേക്കും പോകാണ്ട് അങ്ങനെ പോകുന്നതിലാണ്. അല്ലാഹു റബ്ബി. മീസാൻ മുതൽക്ക് തഫ്സീർ മിഷ്കാത്ത് ഓതണ വരെ 4 കൊല്ലത്തിലധികം ആ കഞ്ഞിയും ചോറും തന്ന് പോറ്റിയ ഉമ്മ, ഉമ്മി ബഅദ ഉമ്മി, പെറ്റ ഉമ്മാൻ്റെ ശേഷം ഞമ്മക്കുള്ള ഉമ്മയാണിത്. അള്ളാഹുവേ നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഞാൻ എൻ്റെ അമ്മാക്കും ആ അമ്മാക്കും മനസ്സിലാക്കളെ ദിവസം ഒരു 10,000 ആമീനെങ്കിലും ഓരൊക്കെ ഖബറിലേക്ക് എത്തിക്കാതെ ഞാൻ പോയി കടന്നുറങ്ങലില്ല. ഇപ്പം ഇവിടെ ഇങ്ങനെ നോക്കിങ്ങളീ മുത്താലിമ്യങ്ങളും ആണുങ്ങളും ഒക്കെ പാടെ എത്ര ആളുണ്ട്? ഒരു 200 ആളുണ്ട്. ഒരു 200 പെണ്ണുങ്ങളും ഉണ്ടാവില്ലേ? നിങ്ങൾ മലക്കൾ എഴുതാത്തമാര് ഇങ്ങനെ ഒന്നിരിക്കലുണ്ട് അറിയാം, അല്ലെങ്കിൽ ഇല്ല. അപ്പം നമ്മൾ 400 ആളുണ്ടെങ്കിൽ നമ്മളപ്പോൾ എത്ര മലക്കുകളുണ്ട്? 400 ആളുണ്ടെങ്കിൽ 800 ആമീനാണ്. നമ്മളപ്പോൾ ഈ 2 മലക്കുകളുണ്ട് അല്ലേ? വലഭാഗത്തൊരു മലക്കുണ്ട്, ഇടഭാഗത്തൊരു മലക്കുണ്ട്. നമ്മൾ ആമീൻ പറയുമ്പോൾ മലക്കുകൾ പറയില്ലേ? എന്തെങ്കിലും ഉണ്ടാതിരിക്കണ മലക്കുകളുടെ കൂട്ടത്തിൽ വഹാബി ഇല്ല, മുജാഹിദും ഇല്ല, ജമാഅത്തും ഇല്ല. അങ്ങനെയുള്ളവരാണ് ആമീൻ പറയണോ പറയണ്ടേന്ന് ആലോചിച്ചത്. നമ്മളൊപ്പം ഈ മലക്കുകളുടെ കൂട്ടത്തിൽ ഒറ്റൊന്നും ജമാഅത്തുണ്ടോ? നിങ്ങൾ ഇതുവരെ കേട്ടിക്കണം. ജമാഅത്തുകാർ എല്ലാ കണക്കും അവതരിപ്പിക്കുന്ന ആൾക്കാരാണ്. ആ മലക്ക് ഞങ്ങളാളാണെന്ന് ഇതുവരെ നിങ്ങൾ കേട്ടിക്കണം. അതില്ലായിട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളതിൽ നിൽക്കാത്തതും. അള്ളാഹിൻ്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, മലായിക്കത്ത്, സ്വാലിഹ്യങ്ങളുള്ളടത്താലേ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ 400 ആൾ ആമീൻ പറഞ്ഞാൽ അത് 800 ആമീനാണ്. അല്ലാഹു റബ്ബി. ഒരു ഫാത്തിഹ നമ്മൾ ഓതിയാൽ അത് 7 ആയത്താണ്, അത് 156 ഹറഫാണ്. അല്ലാഹു റബ്ബി. ഒന്നിന് 10 പ്രതിഫലം. ഒരു യാസീൻ നമ്മൾ ഓതിയാൽ എത്ര ആയത്താണ്? 83 ആയത്താണ്. യാസീൻ എത്ര ഹറഫാ? 3000 ഹറഫാണ് യാസീന്. 3000 ഹറഫാണ്. ഒരു യാസീൻ ഓതിയാൽ ഒരു ഹറഫിന് 10 പ്രതിഫലം തരും. 3000 10 എത്രയായി? ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ്, വേഗം കൂട്ടിക്കോളി. കൊടുക്കാനുള്ളതാ വളരെ ബേജാറുള്ളൂ. ഒറ്റ യാസീൻ ഓതിയാൽ അത് 3000, അത് 30,000 ആണ്. എങ്കിൽ ഇവിടെയുള്ള 800 യാസീനാണ് നമ്മൾ ഓതുമ്പം ഈ സഭയിലാണ് ഓതിയാൽ. അള്ളാഹുവേ, മാതാപിതാക്കൾക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. നിങ്ങൾക്ക് ഭക്ഷണം തന്നവർക്ക് ഖൈർ കൊടുക്കണേ അല്ലാ. ഇങ്ങനെ എല്ലാ ദിവസവും ദുആ അർപ്പിച്ചിട്ട് ഒരു 10,000 ദുആയെങ്കിലും ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും ഒക്കെ ഖബറിലൊക്കെ കൊടുത്തിട്ടേ നമ്മളൊക്കെ പോയി ഉറങ്ങലുള്ളൂ. അള്ളാഹു തന്ന തൗഫീഖാണ്. അപ്പൊ പ്രിയപ്പെട്ട ഉമ്മമാരോടൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മളെ മക്കളെ കൂട്ടത്തിൽ ഒരു കുട്ടിനെയെങ്കിലും ഖുർആൻ പഠിപ്പിക്കുക, ഹാഫിളാക്കുക, ആലിമാക്കുക, ദഅവ കോളേജിൽ ചേർക്കുക, ദർസിൽ ചേർക്കുക. അൽഹംദുലില്ലാഹ്. അപ്പൊ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ സ്വഭാവത്തിൻ്റെയും എല്ലാറ്റിൻ്റെയും ഒരു ഗുണം, നമുക്ക് ആരോടും പെരുമാറ്റം നന്നാവണം. അതാണല്ലോ ഏറ്റവും പ്രധാനം. ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന എല്ലാ സ്ഥലത്തും അല്ലാഹു തആല റഹ്മത്ത് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, അള്ളാഹ്ക്ക് എത്ര പേരുകളുണ്ട്. അൽ ജബ്ബാർ അള്ളാഹിന്റെ പേരാണ്. അൽ ഖഹാർ അള്ളാഹിന്റെ പേരാണ്. അൽ ഖഹാറു അല്ലമൽ ഖുർആൻ എന്ന് പറഞ്ഞില്ല, അൽ ജബ്ബാറു അല്ലമൽ ഖുർആൻ എന്ന് പറഞ്ഞില്ല. ഇൽമു പഠിച്ചിരിക്കുന്ന ആളുകൾ വിനയം ഉണ്ടാവണം, താഴ്മയുണ്ടാവണം, നല്ല സ്വഭാവശുദ്ധി ഉണ്ടാവണം. അർ റഹ്മാനു അല്ലമൽ ഖുർആൻ. ഖുർആൻ പഠിപ്പിച്ചത് ആരാണ്? ഖുർആൻ പഠിപ്പിച്ചത് ആരാണ്? വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്ന അല്ലാഹ്.
കരുണക്കടലായ അല്ലാ, കരുണാവാരിധിയായ അല്ലാ, അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ. ഇൽമിന്റെ സ്ഥലത്തൊക്കെ ആദ്യം റഹ്മത്ത് പറഞ്ഞത് കാണും. ഫവജദാ അബ്ദൻ മിൻ ഇബാദിനാ ആതൈനാഹു റഹ്മത്തൻ മിൻ ഇൻദിനാ വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ. കണ്ടോ നിങ്ങൾ, മൂസാ നബി അലൈഹിസ്സലാം ഇൽമ് തേടിയിട്ട് ഖദർ നബി അലൈഹിസ്സലാമിനെ തേടി പോവുക. ആ യാത്ര ഇങ്ങനെ പോയിട്ട് ഇൽമിൻ്റെ അടുത്ത് എത്തുമ്പോൾ എന്താ, ഫവജദാ അബ്ദൻ മിൻ ഇബാദിനാ ആതൈനാഹു റഹ്മത്തൻ വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ. നിങ്ങൾ ഇൽമിന്റെ മുമ്പ് റഹ്മത്ത്. മുതഅല്ലിമീങ്ങളെ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് വിനയമാണ്, നമ്മുടെ സ്വഭാവശുദ്ധിയാണ്, നല്ലൊരു മുഖപ്രസന്നത, ഒരു നല്ല പുഞ്ചിരി, വരസ്സലാമു അലൈക്കും അല്ലാഹു റബ്ബി. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ ഇൽമ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓശാരമായി തരും. അങ്ങനെയുള്ള നല്ല മുതഅല്ലിമീങ്ങളെ പോറ്റുന്ന നാട്ടുകാരെ അല്ലാഹു ഈ നാടിന് റഹ്മത്ത് ചെയ്യട്ടെ. എത്രയോ വലിയ വലിയ പള്ളികളും സൗകര്യങ്ങളും ഒക്കെ ഉള്ള നാടുണ്ട്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരു കൊച്ചു പള്ളി, ഞാൻ പറഞ്ഞല്ലോ മദീനത്തെ പള്ളി 70 മുഴം നീളത്തിലും വീതിയിലാണ് തുടങ്ങിയത്. ഒരു ചെറിയ പള്ളി, അതിൽ ബഹുമാനപ്പെട്ട തങ്ങൾ, അതിന് പുറമെ ഒരു അസിസ്റ്റന്റ് മുദരിസ്, 10-40 മുതഅല്ലിമീങ്ങൾ. എന്തൊരു ഐശ്വര്യം, എന്തൊരു സന്തോഷം. അല്ലാഹു റബ്ബി, ദർസുള്ള പരിസരത്ത് നിന്ന് മലായിക്കത്ത് ഒഴിഞ്ഞു പോകുന്ന നേരമില്ല. എന്തുകൊണ്ട്? റഹ്മത്തിന്റെ മലക്കുകൾ, ഹഫളത്തിന്റെ മലക്കുകൾ, കിറാമൻ കാത്തിബീങ്ങളായ മലക്കുകൾ, സയ്യാഹിങ്ങളായ മലക്കുകൾ, മുഅക്കിലീങ്ങളായ മലക്കുകൾ. ഒരു കുട്ടി ഹദീസ് ഓതുന്നു, അടുത്ത കുട്ടി തഫ്സീർ ഓതുന്നു. അല്ലാഹു റബ്ബി, മറ്റൊരു കുട്ടി ഫിഖ് ഓതുന്നു. അല്ലാഹു റബ്ബി, നമ്മൾ ഓർക്കണം, ഒരു കുട്ടി അമ്മ ഓതുന്നു, മറ്റൊരു കുട്ടി ഇദാ വഖഅത്തി ഓതുന്നു, മറ്റൊരു കുട്ടി തബാറക ഓതുന്നു. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഒരു കുട്ടി നിസ്കാരത്തിന്റെ ഷർത്ത് ഓതുന്നു, മറ്റൊരു കുട്ടി ഹജ്ജിന്റെ റുക്ന് പഠിക്കുന്നു. അങ്ങനെ 24 മണിക്കൂറും നമ്മുടെ പള്ളിയിൽ എപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി വന്നാലും അല്ലാഹു റബ്ബി, ആ ജമാഅത്തിനൊക്കെ 2 സ്വപ്പ് കുട്ടികൾ, 3 സ്വപ്പ് കുട്ടികൾ, നിസ്കാരം കഴിഞ്ഞ് ഉസ്താദുമാരിങ്ങനെ ദ്വാർക്കുമ്പോൾ ആമീൻ എന്ന് പറയാൻ ഈ മുതഅല്ലിമീങ്ങൾ, ഇത് ഈ നാടിന്റെ ഭാഗ്യമാണ്, ഇത് ഈ നാടിന്റെ സൗഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞേകിയിരിക്കുന്ന ഒരു തൗഫീഖാണ്. തങ്ങളുപ്പാപ്പയുടെ വാപ്പ, ബഹുമാനപ്പെട്ടവർ ഇവിടെ വന്ന് മകനെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ഒരു സൗകര്യവും ഒന്നുമില്ലാത്ത, എന്നോടൊക്കെ തങ്ങൾ പറഞ്ഞിരുന്നു, ഞാൻ എൻ്റെ മോനെ ഒരു സ്ഥലത്ത് കൊണ്ടേ ആക്കിയിട്ടുണ്ട്, ഇപ്പൊ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് അന്ന് വാപ്പ പറഞ്ഞത് ഞാനിങ്ങനെ ഓർക്കണത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നാട്ടുകാരെ, നിങ്ങൾ വലിയ സൗഭാഗ്യമാണ്. അല്ലാഹു നമുക്ക് ഖൈറ് തരട്ടെ. ഇങ്ങനെ ഓതിപ്പടിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് എല്ലാവരും. ശൈഖുനാ സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ്, അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. എത്ര വലിയ ആലിമാണ്. ലോകത്ത് 60-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാർ ചേർന്നിട്ട് ഒരു ചർച്ചയുണ്ടായി ജാമിഉൽ അസ്ഹറിൽ, ഈജിപ്തിന്റെ തലസ്ഥാന നഗരിയായ കൈറോവിലെ ജാമിഉൽ അസ്ഹറിൽ. അൽ അശാഇറത്തു, ഇമാം അശ്അരി ത്വരീഖത്തും മാതുരീദി ത്വരീഖത്തും ഉണ്ടല്ലോ, നമ്മളുണ്ടല്ലോ, ഭരണഘടന ഏതുമ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടാവുമല്ലോ നമ്മൾ, അല്ലേ? കർമ്മപരമായി ഷാഫി മദ്ഹബും വിശ്വാസപരമായി നമ്മളാ മലപ്പുറത്തെ ഭരണഘടന രജിസ്റ്റർ ചെയ്യണ ഓഫീസിലുണ്ട്, നീലാണ്ടെന്ന് പറഞ്ഞിട്ട് ചങ്ങായി. ഓൻ്റെ അടുത്തേക്ക് ഒരിക്കൽ വഹാബികൾ ഭരണഘടന എഴുതിക്കൊണ്ട് ഇവൻ പറഞ്ഞത് രജിസ്റ്റർ ചെയ്യാൻ പറ്റൂല. അപ്പം എന്തേന്ന് വെച്ചു, നിങ്ങൾ അവിടെ മൂല്യന്മാരൊന്നുമില്ലേ? അപ്പം എന്തേന്ന് വെച്ചു, ഇതിൽ അശ്അരി മാതുരീദി ഷാഫി ഹനഫി ഒന്നും എഴുതിയിട്ടില്ല, ഇത് ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റൂല. മുസ്ലിമീങ്ങളത് അതൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നീലാണ്ടനും കൂടി അറിയാം, ഇത് വായിച്ചു ഓന് കാണാപ്പാടായതാണ്. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അശ്അരി തരീഖത്ത്, ഇമാം അശ്അരി തങ്ങളെയും ആ വിശ്വാസി അൽ അശാഇറ, അതിന് 60 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാർ സംബന്ധിച്ചപ്പോൾ അന്ന് എല്ലാവരുടെ കയ്യിലും സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന രേഖ ബഹുമാനപ്പെട്ട ശൈഖുനാ AP ഉസ്താദ് അവതരിപ്പിച്ച പ്രബന്ധമാണ്. യോഗം പിരിയുമ്പോൾ എല്ലാവരുടെ കയ്യിലുള്ള കടലാസ് AP ഉസ്താദ് അവതരിപ്പിച്ച പ്രബന്ധമാണ്. എത്ര ലോക പണ്ഡിതന്മാർ വിഷയം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഉസ്താദിൻ്റെ പ്രബന്ധമാണ് അവിടെ എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരുന്നത്. ആ വലിയ മഹാമനീഷി അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ദർസിന്റെ സന്താനമാണ്, വീടുകളിലൂടെ ഭക്ഷണത്തിന് പോയിട്ട് ാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഉപ്പമാരെ, നാട്ടുകാരെ നമ്മളൊക്കെ ഓർക്കണം. നമ്മുടെ നാടിന് വല്ലാത്ത ഒരു ബറക്കത്ത് അല്ലാഹു തആല വെച്ചതാണ് ഈ നിധി, നമ്മൾ കാത്തു സൂക്ഷിക്കണം. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട മടവൂർ ശൈഖുനായെ നമ്മളിവിടെ അനുസ്മരിക്കുകയാണ്. ആരാണ് മടവൂർ ശൈഖുന? എത്രയോ നേരത്തെ പൊന്മള ബാക്കവി ഉസ്താദ് പറഞ്ഞല്ലോ, അല്ലേ? ആരാണ് മുതഅല്ലിമാകാതെ മുതഅല്ലിമായി?
മുദരിസായി, ഏറെക്കാലം ദർസ് നടത്തി. പിന്നീട് ഇബാദത്തിന്റെ വഴിയിൽ അങ്ങോട്ട് ഖൽവത്തിനെ ഇഷ്ടപ്പെട്ടു. എത്ര വലിയ കറാമത്തുകൾ കാണിച്ചിരിക്കുന്ന ആളാണ്. എൻ്റെ നാട്ടുകാരുണ്ടായിരുന്ന ഒരു OP അബൂബക്കർ മൗലവി മരണപ്പെട്ടു പോയി, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അയാൾ വല്ലാത്ത സുന്നത്തിയമായത്തിന്റെ വിശ്വാസിയാണ്. ഖത്തറിൽ അദ്ദേഹം ജോലിക്ക് പോയി. അവിടെ റൂമിലെല്ലാവരും കൂടി വിളിച്ചു കൂട്ടിയിട്ട് ഭയങ്കരമായിട്ട് അശറക്ക ചൊല്ലി. അവിടുത്തെ പിന്നെ സെക്യൂരിറ്റി വിഭാഗത്തിന്റെ ആളുകൾ വന്നപ്പം അശറക്ക ഇങ്ങനെ ചെല്ലണതാ കണ്ടത്. അപ്പം അയാളെ പോലീസ് പിടിച്ചുകൊണ്ടേ ജയിലിലാക്കിയപ്പം അയാൾ എന്ത് ചെയ്തു? നിങ്ങൾ ജയിലിൽ കുറേ ജയിൽ പുള്ളികളുണ്ട്, ഓലൊക്കെ പാടെ കൂട്ടിയിട്ട് അവിടെ അശറക്കയില്ല. അപ്പം അയാളെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ജഡ്ജി അയാളോട് ചോദിച്ചു, എന്താ ചെല്ലിയത് ചോദിച്ചു. ഞാൻ മുത്തുനബിൻ്റെ മദ്ഹാണ് ചെല്ലിയത്, അത് എവിടുന്നും ചെല്ലുന്നതാണ്. ഇപ്പം ആണെങ്കിൽ ഇവിടുന്ന് ചെല്ലിത്തരാണ്. അപ്പം ഇതിൻ്റെ സംഗതി അറിയാൻ വേണ്ടിക്കാണ്ട് മൂപ്പരോടൊന്ന് ചെല്ലാൻ പറഞ്ഞു. മൂപ്പര് കോടതിയിൽ നിന്നും അശറക്കയില്ല. മൂപ്പരങ്ങോട്ട് കയറ്റി അയച്ചു, നാട്ടിങ്ങനെ പാക്കറ്റാക്കി. ബഹുമാനപ്പെട്ടവർ അന്ന് മടവൂർ ശേഖന ഇവിടെ ഇവിടെ ആ വീട്ടിൽ അതുപോലെ മൂപ്പൻ്റെ വീട്ടിൽ വിശ്രമിക്കണ കാല മൂപ്പരെത്തി എന്നുങ്ങാണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ OP ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. OP ഇങ്ങനെയാണ് നിൽക്കുമ്പോൾ ചെന്നപ്പോൾ തന്നെ ഒരു ഉറുപ്പ്യ ബെൽറ്റിൽ നിന്ന് എടുത്തിട്ട് മൂപ്പർക്ക് കൊടുത്തു, OP കൊടുത്തു. ഹജ്ജിന് പോയിക്കോളിയാവും. അന്നത്തെ കാലത്തെ കപ്പലിലാണ് ഹജ്ജിന് പോവുക. അപ്പോൾ OPനോട് ഒരു ഉറുപ്പ്യ കൊടുത്തുങ്ങാണ്ട് ഹജ്ജിന് പോയിക്കോളിയാവും. ഒരു ഉറുപ്പ്യൊക്കെ എവിടുന്ന് ഹജ്ജിന് പോകണം? മൂപ്പരത് പറഞ്ഞപ്പോൾ അത് വാങ്ങിയിട്ട് അങ്ങനെ തന്നെ വണ്ടി കയറി. സുബ്ഹാനല്ലാഹ്. അന്ന് ബോംബെയിൽ മുസാഫർ ഖാനി പോയിങ്ങാണ്ട് അങ്ങനെ കടന്ന് 2 മാസം നിന്നിട്ടും പോകാനുള്ള യാതൊരു വകുപ്പും ആകണില്ല. അല്ലാ, നോമ്പ് കഴിഞ്ഞാൽ ഉടനെ കപ്പൽ പോകൽ തുടങ്ങും. OPന് തിരിച്ചു പോന്ന് ഷെയ്ഖുനാൻ്റെ മടവൂർ ഷെയ്ഖുനാടുത്ത് വന്നു. ആദ്യം തന്നെ നാട്ടിക്ക് പോകാതെ മൂപ്പര് കണ്ടുപോടുമ്പോൾ ചോദിച്ചു, എന്നെ ഞാൻ ഹജ്ജിന് പറഞ്ഞയച്ചതല്ലേ, ഹജ്ജെന്തേണ് പോന്ന് ചോദിച്ചു. വേഗം പോയിക്കോ, അങ്ങോട്ട് പോയി. ബോംബെ പോയിട്ട് അവിടെ നിന്ന് 2 കപ്പലാണ് പോണത്. അതിൽ ആദ്യത്തെ കപ്പൽ പോയി. മൂപ്പർക്ക് ഹജ്ജിൻ്റെ പൈസയും സൗകര്യവും ഒത്തു കിട്ടിയില്ല. രണ്ടാമത്തെ കപ്പൽ പോകാൻ 3 ദിവസം ഉള്ളൂ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് മൂപ്പര് തൃക്കരിപ്പൂരിൽ ഒരു മദ്രസ പഠിപ്പിച്ചിരുന്നു. അപ്പം 3 ദിവസം ഉള്ളൂ ഇനി കപ്പൽ പോകാൻ. അപ്പം ബോംബെയിലുണ്ട് സാധുക്കൾക്കൊക്കെ ഭക്ഷണം ഏൽപ്പിക്കണ ഹോട്ടൽ. ആ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഇതിലാരാ OP അബൂബക്കർ മൗലവി എന്ന് പറഞ്ഞ ആളുണ്ടോ ചോദിച്ചു ഹോട്ടൽക്കാരൻ. ഞാനാണ്. നിങ്ങളെ തെരഞ്ഞിട്ട് സിംഗപ്പൂരിൽ നിന്ന് ഒരു മുതലാളി വന്നിട്ടുണ്ട് പറയാം ഉണ്ട്. അപ്പം എന്താ, ഇയാൾ മദ്രസ പഠിപ്പിച്ചിരിക്കുന്ന മദ്രസ പഠിപ്പിച്ച കുട്ടി സിംഗപ്പൂർക്ക് വാപ്പാക്ക് വിവരം കൊടുത്തേക്കണേ, കത്തെഴുതിക്കണേ, എൻ്റെ ഉസ്താദ് ഹജ്ജിന് പോകാൻ വേണ്ടി ബോംബെയിൽ വന്നിക്കണേ, നിങ്ങൾ ബോംബെയിൽ വരുമ്പം മൂപ്പരെ കാണണം. എനിക്ക് അന്നത്തെ കത്തെഴുതിയാൽ അങ്ങനെയാണല്ലോ, ഇന്നത്തെ മതിരല്ലല്ലോ. ഇന്നിപ്പോൾ ഒരു സ്വിച്ച് ഇട്ടാൽ എന്താവും, അപ്പം തന്നെ വിവരം അറിയാവുള്ളൂ. അന്നൊരു പ്രേമലേഖനം കൊടുക്കണമെങ്കിൽ വരെ സമയത്തര പിടിച്ചു. പ്രേമിച്ചാനേ അറിയുള്ളൂ, എഴുതാനറിയില്ല. അത് ഞാൻ ആരെക്കൊണ്ടെങ്കിലും എഴുതിച്ചണം. എന്നിട്ട് പ്രേമക്കത്ത് എഴുതിയിട്ട് കൊടുക്കാൻ പറ്റിയ ആളെ കിട്ടണം. അപ്പോൾ അതിനത് ആലോചിച്ച് എഴുതി കൊടുക്കാൻ പറ്റിയ ആളെ കിട്ടിയവർ 2 മാസം അങ്ങനെ പോയി. മറ്റവർക്ക് കിട്ടിയ കത്ത് കിട്ടിയ പെണ്ണിന് വായിച്ചാനറിയില്ല, ഓള് വായിക്കാൻ പറ്റിയ ആളെ ഓക്ക് കിട്ടണം, മറുപടി എഴുതിക്കണം. അങ്ങനെല്ലാം കൂടി മറുപടിയും കത്തൊക്കെ പൂർത്തിയാകുമ്പോഴത്തേന് ഓളെ വേറെ കെട്ടിച്ചുകാണ്ട് എന്താകും 6 മാസം ഗർഭമായിട്ടുണ്ടാവും. പഴയ കാലത്ത് അങ്ങനെയാണല്ലോ ഇതൊക്കെ. ഇന്നിപ്പോൾ അതല്ലല്ലോ. ഇന്നൊക്കെ ഇങ്ങനെ വേം നടക്കൽ. OP ആ ഹോട്ടലിൽ വന്നപ്പോൾ സിംഗപ്പൂർക്കാരൻ അയാളെ കാത്തിരുന്നു. ആ സിംഗപ്പൂർക്കാരൻ മുതലാളി വന്നു, മുസാഫർ ഖാനെ കൊണ്ടുപോയി അദ്ദേഹത്തെ ഹജ്ജിൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി കാര്യങ്ങൾ പൈസ കെട്ടിയൊക്കെ റെഡിയാക്കി. അയാൾ പറയാണ്, കപ്പൽ ഇങ്ങനെ ഇളകിയില്ലാതെ നിൽക്കുന്ന സമയത്ത് അപ്പോഴാണ് ഞാൻ കപ്പലിൽ ഓടിക്കയറുന്നത്. അങ്ങനെ മൂപ്പര് ഹജ്ജിന് പോണത്. ഒരു ഉറുപ്പിയും കൊടുത്തുങ്ങാണ്ട് മടവൂർ ഷേഖുന് ഹജ്ജിന് പറഞ്ഞയച്ചത്. മഹാന്മാരുടെ ലോകം അത് വേറെയാണ്. അത് അവർക്കുള്ള കാഴ്ചയും അവർക്കുള്ള കേൾവിയും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓശാരമായി കൊടുക്കുന്നതുണ്ട്, നല്ലോണം അധ്വാനിച്ചു വാങ്ങുന്നതുണ്ട്. നല്ലോണം അധ്വാനിച്ചിട്ട് നമ്മൾ മഹാന്മാരെ മദ്ഹും അതൊക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാമത്തെ ഒരു സംഗതി, നമ്മളെ മനസ്സിൽ ആരോടും വെറുപ്പില്ലാതിരിക്കുക, ആരോടും വിദ്വേഷമില്ലാതിരിക്കുക, ആരോടും അസൂയയില്ലാതിരിക്കുക. അസൂയയില്ലാത്തൊരു മനസ്സ്, വെറുപ്പില്ലാത്ത മനസ്സ്, വിദ്വേഷമില്ലാത്ത മനസ്സ് നമുക്കുണ്ടോ? ആ നല്ല മനസ്സിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ഒരു വല്ലാത്ത വെള്ളം ഒരിക്കും. അതേതാണ്? വമൻ ദക്കറ റബ്ബൽ മുഹൈമീന ഖാലിയാ ഫഫാളത് ലഹു ഐനാഹു ഖൗഫൻ കാലി.
അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കണ്ണുനീരൊഴുക്കാൻ ഭാഗ്യം വേണം. ഓ പ്രിയപ്പെട്ട ഉമ്മ പങ്ങന്മാർ, സഹോദരന്മാരെ, സൂറത്ത് യൂസഫിന്റെ വ്യാഖ്യാനത്തിൽ 10 തരം കണ്ണുനീര് പഠിപ്പിക്കുന്നുണ്ട്. യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ മക്കൾ യൂസഫ് നബി അലൈഹി സ്വലാമിനെ കിണറ്റിലെറിഞ്ഞു. ആ കിണറ്റിലിട്ട ശേഷം അവർ പിന്നെ വാപ്പാൻ്റെ അടുത്തേക്ക് വരുന്നത് എങ്ങനെ? കള്ളക്കരച്ചിലുമായിട്ടാണ്, കാപ്പട്യത്തിന്റെ കരച്ചിലുമായിട്ടാണ്, അഭിനയത്തിന്റെ കരച്ചിലുമായിട്ടാണ്. 3 തരം കണ്ണുനീരുണ്ട്. കാപ്പട്യത്തിന്റെ കണ്ണുനീർ, അത് ശപിക്കപ്പെട്ടതാണ്. കളവിന്റെ കണ്ണുനീർ, അത് ശപിക്കപ്പെട്ടതാണ്. പിന്നെ പഴയ കാലത്തുണ്ടായിരുന്നു മരിച്ചോടത്ത് കരയില്, അതാണ്. സുബ്ഹാനല്ലാഹ്, അത് ഹദീസുകളിൽ പ്രത്യേകമായി പറയുന്നുണ്ട്. 3 തരം കണ്ണുനീർ, അത് ശപിക്കപ്പെട്ട കണ്ണുനീരാണ്. അതേ സമയത്ത് 7 തരം കണ്ണുനീരുണ്ട്. നബി മുഹമ്മദുർ റസൂലുള്ളാഹി ബുകാഉർ റജാ, ബുകാഉൽ ഖൗഫ്, ബുകാഉർ റഹ്മ, അങ്ങനെ തുടങ്ങിയിട്ട് 7 തരം കണ്ണുനീരുണ്ട്. മഹാന്മാരായ ആളുകളൊക്കെ കണ്ണുനീര് കൊണ്ട് കാര്യം നേടിയവരാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ സ്വഭാവം എങ്ങനെയാണ്? കൊച്ചു കുട്ടികളെ പോലെ. മടവൂർ ശൈഖുനാവട്ടെ, നമ്മൾ അടുത്ത കാലത്ത് കഴിഞ്ഞ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാളത്തപ്പാപ്പയാവട്ടെ, നിങ്ങൾ നോക്കേണ്ടി, ഉള്ളാളത്തപ്പാപ്പാനെ ഒരുക്ക കാണുമ്പോൾ ഭയങ്കര ദേഷ്യം. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെന്ന് നോക്കിയാൽ ആ ആളെന്നെ ആവില്ല. ചെറിയ കുട്ടികളെ കണ്ടിട്ടില്ലെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര ഒളവും വിഷയമൊക്കെ, അത് 2 മിനിറ്റേ നിലനിൽക്കുള്ളൂ, അപ്പം അതിനേന്ന് മാറി അല്ലേ. അപ്പുറത്തെ കുട്ടി ഇപ്പുറത്തെ കുട്ടി തമ്മിൽ തല്ലുകൂടി, ഉമ്മാര് അതിൽ ഇടപെട്ടുങ്ങാണ്ട് ഓല് രണ്ടും ഭയങ്കര കുരുമാരായി, ഉമ്മാര് രണ്ടാളും തമ്മിൽ. കുട്ടികൾ രണ്ടാമത് കളി തുടങ്ങിയിരിക്കണം. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു റബ്ബി, ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ഈ കൊച്ചു കുട്ടികളെ പോലെയാണ്. അവരെ മനസ്സിൽ ആരോടും വെറുപ്പില്ല, ആരോടും വിദ്വേഷമില്ല, ആരോടും അസൂയയില്ല. അതുകൊണ്ട് തന്നെ കൊച്ചു കുട്ടി മോണ കാട്ടിയിട്ടൊന്ന് ചിരിച്ചാൽ ചിരിക്കാത്ത ആരുമില്ല. ആരെ കുട്ടിയാണെങ്കിലും, കറുത്ത കുട്ടിയാട്ടെ, വെളുത്ത കുട്ടിയാട്ടെ, ആൺകുട്ടിയാട്ടെ, പെൺകുട്ടിയാവട്ടെ, ചെറിയ കുട്ടി ഒന്നിങ്ങനെ മോണ കാട്ടി ചിരിച്ചാൽ എല്ലാവരുടെ മനസ്സും കുളിരണിയും. ഒരു പുഞ്ചിരി എന്ന് പറഞ്ഞാൽ എന്താ പടച്ചോനെ. പഴയ കാലത്ത് നമ്മളെ നാട്ടിലൊക്കെ 3ാമത്തെ കൃഷിയുണ്ട്. അതെപ്പോഴാ? നല്ലോണം വെയിൽ കൊണ്ടിട്ട് പാടം ഉണങ്ങി വിണ്ട് കയറി നിൽക്കുന്ന സമയത്താണ്. ആ കൃഷിക്ക് എന്താ പറയാ? പുഞ്ചകൃഷി എന്നാ പറയാ. അതാണ് പണ്ടത്തെ എഴുത്തുകാർ പറഞ്ഞത്. പുഞ്ചപ്പാടം തേവി നനക്കാൻ എന്തൊരു പാട്, പുഞ്ചിരി കൊണ്ടൊരു മനസ്സ് നിറക്കാൻ എന്തൊരു ചേല്. ഒരൊറ്റ പുഞ്ചിരി ഉണ്ടല്ലോ, അല്ലാഹു റബ്ബി. ഏത് കഠിന ഹൃദയമുള്ള ആളും ആ നല്ല ചിരിയാണ് കണ്ടാൽ അതിൻ്റെ ഒപ്പാണ് ചേരും. കൊച്ചു മക്കളെ ചിരി എന്താണ്? നമ്മളിപ്പോൾ ചിരിച്ചാലും ചിലതൊക്കെ ഇളിയായി മാറും അല്ലേ. കൊച്ചു കുട്ടി ഇങ്ങനെ ചിരിച്ചാൽ അത് വല്ലാത്തൊരു അത്ഭുതമാണ്. ആ ചിരി ഇങ്ങനെ കാണാൻ. എന്താ? അസൂയയില്ലാത്ത, വെറുപ്പില്ലാത്ത, ഒരു കണ്ണോറുമില്ലാത്ത, ഒരു അസൂയയും ഇല്ലാത്ത, എന്താണ് ആ കുട്ടികളുടെ ഒരു പുഞ്ചിരി? ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആ കൊച്ചു കുട്ടിയുടെ പുഞ്ചിരി കണ്ട നിങ്ങൾ. ഈ ചെറിയ കുട്ടികൾ അവൻ്റെ എല്ലാ കാര്യങ്ങളും നേടിയെടുത്തത് എന്തുകൊണ്ടാണ്? കൊച്ചുകുട്ടിക്ക് സംസാരിക്കാൻ അറിയില്ല, ആ കുട്ടിക്ക് ചോദിക്കാൻ അറിയില്ല. പക്ഷേ ചെറിയ കുട്ടികൾക്ക് വിശപ്പിന് അമ്മിഞ്ഞപ്പാല് കിട്ടിയത് കണ്ണുനീര് കൊണ്ടാണ്. 10 മാസം ഗർഭം ചുമന്നിട്ട് പ്രസവിച്ച കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ കരച്ചിൻ്റെ ചൂണിങ്ങനെ കേട്ടാൽ ഉമ്മാക്കറിയാം ആ കുട്ടിക്ക് മുലപ്പാല് കൊടുക്കാനായിട്ടുണ്ട്. അതിന് ഗർഭം ധരിച്ച് കുറച്ച് വേദന സഹിച്ച് പ്രസവിക്കണം മാരെ, മനസ്സിലായോ? അപ്പം അതിന് ഓപ്പറേഷത്തിന് പായണ്ട, കുറച്ച് ആലോചിച്ചിട്ടൊക്കെ മതി. ചെറിയൊരു വേദന വരുമ്പോഴത്തിന് എല്ലാവരും കൂടിയും ബേജാറായിങ്ങാണ്ട് അതിനൊന്നും നിൽക്കേണ്ട കാര്യമല്ല. ഈ ദുനിയാവിലുള്ളതൊക്കെ പെറ്റുണ്ടായത് തന്നെയാണ്. അല്ലേ? ഒക്കെ പ്രസവിച്ചുണ്ടായത് തന്നെയാണ്. നമ്മളൊക്കെ അമ്മമാർ മുമ്പ് 10ഉം 11ഉം 18ഉം ഒക്കെ പ്രസവിച്ചു. നമ്മളവിടെ രാജാരെ പേരിൽ കള്ളന്മാർ വന്നു. മതിൽ ചാടിക്കിടന്ന് കാണി മുറ്റത്തി എന്ന് നോക്കുമ്പോൾ കള്ളന്മാർക്ക് തടി കിട്ടിയാൽ മതി എന്നായി. അങ്ങനെ മുറ്റത്ത് മുഴുവനും ചെരുപ്പാണ്. 18 മക്കളാണ് അവിടെ. നിങ്ങൾ ആലോചിച്ച് നോക്കും, 18 മക്കളും പേരെ കുട്ടികളൊക്കെ അവിടെ ചെരുപ്പ് കണ്ടപ്പോൾ കള്ളന്മാർ ചോദിച്ചു ഇതിൻ്റെ ഉള്ളിൽ ജനറൽ ബോഡി ആയിട്ട് നടക്കുകയാണാവും. ഇന്നിപ്പോൾ നമ്മളെ പേരയിൽ കള്ളന്മാർ വന്നാൽ ആകെ 1.5 ചെരുപ്പേ ഉണ്ടാവുള്ളൂ, വലിയ പേരയും. ഇപ്പോൾ കള്ളന്മാർ വന്നോടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പോഴത്തെ കള്ളന്മാരെങ്ങനെയാണ്? വന്ന് AC ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ ഒന്ന് പോയി നോക്കി അവിടെ നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് എടുത്ത് കുടിച്ച്, അങ്ങനെയുള്ള കുറച്ച് ഫ്രൂട്ടും ഒരു ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ കൊണ്ടുപോകാനുള്ള സാധനമൊക്കെ എടുത്ത് വെച്ച്, ഇന്നാളിപ്പോൾ ഒരു പെരിയിൽ നിന്ന് ജ്യൂസൊക്കെ കുടിച്ച് ഫ്രൂട്ടൊക്കെ തിന്നുങ്ങാണ്ട് കൊണ്ടുപോകാനുള്ള സാധനമൊക്കെ എടുത്ത് വെച്ചിങ്ങാണ്ട് ഇവരെ AC ഇങ്ങനെ ഇരുന്നത് അതിൽ ഉറങ്ങിപ്പോയി. രാവിലെ പെരക്കാർ നീച്ചു നോക്കുമ്പോൾ ഇവർ സുഖമായിട്ട് AC ഉറങ്ങുകയാണ്. എന്തുകൊണ്ട്? ഇവർക്ക് പേടിയില്ല. ആകെ ഈ വലിയ പെരയിൽ 1.5 ചെരുപ്പുള്ളൂ. പണ്ടങ്ങനെയല്ല, പെര ചെറുതാണ്. ഈ കാലം 10-20 ആളുണ്ടാവുക പെരയിൽ, ഇല്ലേ? ഇന്നത്തെ അവസ്ഥ മാറ്റം ഓരോന്നിലും ഉണ്ടല്ലോ.
ഞാൻ അതിലേക്ക് കിടക്കണില്ല, ഇരിക്കട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് 10 മാസം ഗർഭം ചുമന്നിട്ട് കുറച്ച് വേദന സഹിച്ചുകൊണ്ട് പ്രസവിച്ചതാണെങ്കിൽ ആ കുട്ടിക്ക് കുറച്ച് വലുതായി വരുമ്പോൾ അമ്മ കുട്ടിനെ മോനേന്ന് വിളിച്ചാൽ ചുണ്ട് കൂടുന്നതിൻ്റെ മുമ്പ് കുട്ടി കാലിൻ്റെ അടുത്തുണ്ടാവും. ഉമ്മാൻ്റെ മോളേന്ന് വിളിച്ചാൽ ചുണ്ട് കൂടുന്നതിൻ്റെ മുമ്പ് കുട്ടി കാലിൻ്റെ അടുത്തേക്ക് ഓടിയെത്തും. ഇപ്പം നമ്മളെ കുട്ടികൾക്ക് എന്താണ് മോനേന്ന് വിളിച്ചാൽ അവിടുന്ന് ഏന്ന് പറയും. വരണമെങ്കിൽ വേറെ വിളിച്ചേണ്ടി വരും. അതാ സ്കൂളിൽ പോകാൻ നേരത്തെ വാപ്പ സുഖമില്ലാതെ കിടക്കാണ്. ഓനോട് പറഞ്ഞോടാ ആരാ പുറത്ത് വന്നിക്കണെന്ന് പോയി നോക്കുകയായിരുന്നു. ഓൻ പോയി നോക്കി, ഓൻ അതിലാണ് പോയി. വൈകുന്നേരം സ്കൂളിട്ട് വന്നപ്പോൾ വാപ്പ ചോദിച്ചു എന്നോട് ഞാൻ നേരത്തെ ആരെ കൊലയമ്മ വന്നിക്കണെന്ന് നോക്കാൻ പറഞ്ഞു. നോക്കി, ഞാൻ നോക്കിക്കണം നിങ്ങൾ പറഞ്ഞത്. എന്നിട്ട് ഞാൻ സ്കൂളിൽ പോയി നോക്കിയിട്ട് ഇവിടെ വന്ന് പറയണമെന്ന് കുട്ടിക്ക് എന്താക്കേണ്ടത് ഇപ്പോൾ വേറെ പറഞ്ഞു കൊടുക്കണം. അന്ന് അത് പ്രസവിച്ച 10 മാസം ഗർഭം ചുമന്നിട്ടൊരു പുക്കിളിക്കൂടി ബന്ധം എന്ന് പറയും, അതുണ്ടാകണം. അപ്പോഴാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. ഇത് ഞാൻ മാത്രം പറയണതല്ല, നിങ്ങൾ അതിൻ്റെ എല്ലാ മനഃശാസ്ത്രജ്ഞരോടും ചോദിച്ചു നോക്കിക്കോളി. അള്ളാഹു തആല നമ്മളെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ. അതുകൊണ്ടാണ് പറയുന്നത് ഗർഭിണികൾക്ക് നല്ല സന്തോഷം കൊടുക്കണം. ഒരു പെണ്ണിന് ഗർഭമായാൽ ഗർഭകാലത്ത് ഓളെ വിഷമിപ്പിക്കരുത്. ഗർഭകാലത്ത് നല്ല സന്തോഷം, നല്ല ഭക്ഷണം, നല്ല പോഷകാഹാരം. അല്ലാഹു റബ്ബി, ഗർഭകാലത്ത് ചെറിയൊരു വ്യായാമം. അതാണ് പഴയ അമ്മായിമാർ മിറ്റടിച്ച് തരുന്ന ചൂലുണ്ടെങ്കിൽ 7-ാം മാസം ഗർഭമായാൽ ചൂലിൻ്റെ നീളമൊന്ന് കുറക്കും. എന്തിന്? കുറച്ചൊന്ന് കുനിഞ്ഞ് അടിച്ച് വൃത്തിയാക്കാൻ. മുന്നോട്ടാണ് ഗർഭിണിക്ക് വ്യായാമം കിട്ടേണ്ടത്. എങ്ങോട്ടാണ്? പള്ളൻ്റെ ഭാഗത്തേക്ക്, മുൻഭാഗത്തേക്കാണ്. അതാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് അള്ളാഹുവിൻ്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തത്. ആ മരം പോയി പിടിച്ച് കുലുക്കിക്കോർ, ഇങ്ങനെ കുലുക്കണത്. അപ്പോൾ കുലുക്കുമ്പോൾ മുൻഭാഗത്തേക്കാണ് എന്ത് വരുന്നത്? പ്രസവിക്കുന്ന സ്ത്രീക്ക് വ്യായാമം കിട്ടേണ്ടത്. അതാ മറിയം ബീവിനോട് അള്ളാഹു തആല. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അവിടെയൊക്കെ ദീനും ശാസ്ത്രവും ഒക്കെ നന്നായി നമുക്ക് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇരിക്കട്ടെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് മക്കൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്താണ്. ആ മക്കൾ പ്രസവിച്ചിരിക്കുന്ന ഉമ്മാക്ക് കുട്ടിയുടെ കരച്ചിൽ കേട്ടാൽ അറിയും കുട്ടിക്ക് അമ്മിഞ്ഞപ്പാൽ കൊടുക്കണം. കുട്ടി വേറെ ഒരു ട്യൂണിൽ ഇങ്ങനെ കരിയാണ്, അപ്പം ഉമ്മാക്ക് മനസ്സിലാകും കുട്ടി മൂത്രമൊഴിച്ചിക്കണേ, വിരിപ്പ് മാറ്റി കൊടുക്കണം. കുട്ടിക്ക് ഒരു വല്ലാത്ത പടഞ്ഞ കരച്ചിൽ, അപ്പം ഉമ്മാക്ക് മനസ്സിലായി വിരിപ്പിൽ എറുമ്പ് കടിച്ചിട്ടുണ്ട്, മാറ്റി കൊടുക്കണം. കുട്ടിക്ക് ഇങ്ങനെ ചിങ്ങമാസത്തിൽ മഴ അയച്ചുന്ന മാതിരി എന്നിട്ടൊരു ചോരാത്ത മഴ എന്ന മാതിരി ഒരു നിൽക്കാത്ത കരച്ചിൽ, അപ്പം ഉമ്മാക്ക് മനസ്സിലായി പാൽക്കായം കൊടുക്കണം. അതാ പറഞ്ഞത്, ഈ കുട്ടിക്ക് ആവശ്യമായ മരുന്ന് കിട്ടിയത്, വെള്ളം കിട്ടിയത്, ഭക്ഷണം കിട്ടിയത്, വിരിപ്പ് കിട്ടിയതൊക്കെ കണ്ണീര് കൊണ്ടാണ്. അള്ളാഹുവാകുന്ന കഴിവിന് മുമ്പിൽ നമ്മളൊക്കെ കൊച്ചു മക്കളാണ്. റബ്ബിന് മുമ്പിൽ കരയണം. CM വലിയുള്ളാഹി കരഞ്ഞു, കളന്തോട് ഉസ്താദ് കരഞ്ഞു, ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉപ്പാപ്പ കരഞ്ഞു. അല്ലാഹു റബ്ബി അറഫ മൈതാനിയിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട AP ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ കണ്ണിൽ നിന്ന് കുടുകുടാ കണ്ണുനീരിങ്ങനെ വരുന്ന കാഴ്ച. അല്ലാഹു റബ്ബി. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് കണ്ണുനീര് കൊണ്ടാണ് വലിയ പദവി നേടിയത് എല്ലാവരും. ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളുടെ കരച്ചിൽ കിതാബിലുണ്ട്, ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് തങ്ങളുടെ കരച്ചിൽ കിതാബിലുണ്ട്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ കണ്ണുനീര് കിതാബിലുണ്ട്. എല്ലാ ഔലിയാക്കന്മാരും എല്ലാ മഹാന്മാരും കണ്ണുനീര് കൊണ്ടാണ് കാര്യം നേടിയത്. ഓ ഉമ്മമാർ, സഹോദരിമാരെ, ഔലിയാക്കളെ മഹബത്ത് വെക്കുന്ന നാം അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് റബ്ബിനോട് കരയണം കേട്ടോ. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമആ. ഒരു കണ്ണിൽ നിന്ന് ദുഃഖത്തിന്റെ കണ്ണുനീര്, മറ്റേ കണ്ണിൽ നിന്ന് പ്രതീക്ഷയുടെ കണ്ണുനീര്, സ്വർഗത്തെ ഓർത്തുകൊണ്ട് മനസ്സിങ്ങനെ ഉരുകിയിട്ടുള്ള കണ്ണുനീര്, സ്വർഗത്തെ ഓർത്തുകൊണ്ട് സന്തോഷത്തിന്റെ കണ്ണുനീര്. അല്ലാഹ്, കണ്ണുനീര് കൊണ്ട് കാര്യം നേടി വിജയിക്കാൻ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്ത് ഈ ജാതി ചൂട് കാലത്ത് നമ്മൾ ഒരു ദിവസം തന്നെ കുറേയാണ് വൈകുക. നാളെ നിങ്ങൾ വയലിലേക്കായിരിക്കുമ്പോൾ അങ്ങനെ കോട്ടാ വിട്ട് കൊടുക്കുക. ഇന്നലെ ആ ഉസ്താദെ നിർത്തി കിട്ടണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഇഞ്ച മേത്തേക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ നിർത്തി. അള്ളാഹു ഖൈറ് തരട്ടെ, അള്ളാഹു നല്ല ബർക്കത്ത് തരട്ടെ. അൽഹംദുലില്ലാഹ്, ഈ നാട്ടിൽ വന്നപ്പം ഈ ദർസും തങ്ങളും അതേപോലെ തന്നെ നിങ്ങളൊക്കെ മൂപ്പരുള്ള ബന്ധം ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ വല്ലാത്തൊരു കൗതുകമുണ്ട്. അള്ളാഹുവെ ഇസ്സത്ത് ഈ നാട്ടിൽ നീ നിലനിർത്തണേ അള്ളാഹ്. ഇതിൻ്റെ ഒക്കെ ഫലം മരണപ്പെട്ട എല്ലാവർക്കും നീ നൽകണേ അള്ളാഹ്. ഇൻഷാ അള്ളാഹ്
മടവൂർ ഷെയ്ഖുന ഉൾപ്പെടെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഇ കെ ഹസൻ മുസ്ലിയാർ, അള്ളാഹുവെ ദർജ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അങ്ങനെ ഒട്ടേറെ മഹാന്മാരുണ്ട്. അവരൊക്കെ പേരിൽ ഒരു ഫാത്തിഹ ഓതിക്കൊണ്ട് നമുക്ക് ദുആ ചെയ്തുകൊണ്ട് പിരിയാം. അപ്പം ഇൻഷാ അല്ലാഹ് ദ്വാരക്കല്ലേ നമുക്ക് അല്ലേ? അപ്പം ഇൻഷാ അല്ലാഹ് നമ്മളെ നാളത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കൂട്ടി ബഹുമാനപ്പെട്ട തങ്ങൾക്ക് 2 വാക്ക് പറയാണ്ട് അതും കഴിഞ്ഞിട്ട് നമുക്ക് ദ്വാരക്കാം. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പദവി എനിക്ക് കിട്ടണം എന്ന് താല്പര്യമുള്ളവർ രാത്രിക്കത്തെ ഭക്ഷണം കുറച്ച് നേരത്തെ കഴിക്കുക. മഗ്‌രിബ് നിസ്കരിച്ച് കഴിച്ചോളി. ഇഷാ നിസ്കരിച്ച് ഒരു ഹദ്ദാദും ചൊല്ലിയിട്ട് ഒരു 9-9:30 പോയി കടന്നുറങ്ങാം. ഉറങ്ങൽ നേരത്തെ ഉറങ്ങാം. എത്ര നേരത്തെ എഴുന്നേറ്റാലും കുഴപ്പമില്ല. 3 മണിക്ക് എഴുന്നേൽക്കാം, 3:30 എഴുന്നേൽക്കാം, 4 മണിക്ക് എഴുന്നേൽക്കാം. മനസ്സിലായോ? അല്ലാഹു റബ്ബി. ആ സുബഹിയോട് അടുത്ത സമയം അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹുവിനു 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ആളാണ്. പക്ഷേ മൂപ്പർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ? റസൂലുള്ളാഹിന്റെ പള്ളിയിൽ വാങ്ക് കൊടുക്കുന്ന 2 മുഅദ്ദിനീങ്ങളിൽ ഒരാളാണ് അല്ലേ? ആദ്യമായിട്ട് ബഹുമാനപ്പെട്ടവർ തൻഈമിൽ വെച്ചുകൊണ്ട് സുബഹിയോട് അടുത്ത സമയത്ത് ഒരു വല്ലാത്ത സുഗന്ധം നബി തങ്ങളോട് ആ വിവരം വന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഏത് സമയത്താണ് നിങ്ങൾക്ക് ആ സുഗന്ധം വന്നത്? നബിയെ, സുബഹിയോട് അടുത്ത സമയത്താണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അത് എന്നെ പ്രസവിക്കപ്പെട്ട സമയമാണ്. ആ സമയം, എന്നെ പ്രസവിക്കപ്പെട്ട സമയം മുതൽക്ക് എല്ലാ ദിവസവും സുബഹിക്ക് അല്പം മുമ്പ് ഒരു റഹ്മത്തിൻ്റെ വാതിൽ സ്വർഗത്തിൽ തുറക്കുന്നുണ്ട്. ആ സ്വർഗത്തിലെ വാതിൽ തുറന്നാൽ അതിൻ്റെ പരിമളം അത് ഭൂമിയിലൊക്കെ വരും. ആ വാസനയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇബ്നു ഉമ്മു മക്തൂം ദുആ ചെയ്തു, പടച്ചോനെ ഇതിൻ്റെ ഹയാത്ത് കാലത്തൊക്കെ നിലനിർത്തി തരണേ. മരിക്കണത് വരെ സുബഹിയോട് അടുത്ത സമയം ബഹുമാനപ്പെട്ടവർ സുബഹിൻ്റെ ബാങ്ക് മുത്തുനബിൻ്റെ പള്ളിയിൽ 1 സെക്കൻഡ് പേക്കാതെ കൊടുക്കും. ആളുകൾ ചോദിച്ചു, കണ്ണിന് കാഴ്ചയില്ലാത്ത നിങ്ങളെങ്ങനെയാണ് ഈ കൃത്യസമയത്ത് വാങ്ക് വിളിക്കുന്നത്? ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിൽ നിന്ന് റഹ്മത്തിന്റെ കാറ്റ് വരും. അത് മദീനയിൽ എത്തുമ്പോൾ ആ വാസന എനിക്ക് കിട്ടും. അപ്പോഴാണ് ഞാൻ ബാങ്ക് വിളിക്കുന്നത്. നേരത്തെ കിടന്നുറങ്ങുക, സുബഹിക്ക് നേരത്തെ എഴുന്നേൽക്കുക, അതൊക്കെ നമുക്ക് ഖൽബ് നന്നാകാൻ, ദുആക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും നല്ല മാർഗങ്ങളാണ്. മടവൂർ ശൈഖുനയുടെയും അതുപോലെ തുടങ്ങിയിട്ട് ഇ കെ ഹസൻ മുസ്ലിയാർ അവരുടെയൊക്കെ മാസമാണിത്. അല്ലാഹു റബ്ബി. നമ്മുടെ നാട്ടിൽ ഏറെ വിപ്ലവം സൃഷ്ടിച്ച ഒരു ആലിമാണ് TC ഉസ്താദ്. അല്ലാഹുവെ ദർജ ഏറ്റി കൊടുക്കണേ അല്ലാഹ്.